നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അച്ഛൻ മനഃപൂർവ്വം പിടിച്ചാക്കിയതൊന്നുമല്ല കേട്ടോ. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ചുറ്റും കാണുന്നത് സഖാക്കളെയാണ്. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും കുടുംബക്കാരെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പാർട്ടിക്കാരാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല കേട്ടോ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത്. അതിൻ്റെ പിന്നിൽ കുറേ റീസൺസ് ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ ഐഡിയോളജീസ്, അച്ഛൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ അച്ഛൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് എപ്പോഴും ഒരു നല്ല മനുഷ്യനും ആയിരിക്കും. അതിൻ്റെ ഉദാഹരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. അതുപോലെ ഒരാളാണ് ഇത്തവണ നമ്മളുടെ വാർഡിൽ നിൽക്കുന്നത്. അച്ഛൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ ഞാനും ഇറങ്ങിയിട്ടുണ്ടായി. നാളെ ഇതുവരെ എൻ്റെ വീട്ടിൽ ജാതിയോ മതമോ ഒരിക്കലും ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഒരു ചെക്കനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴും അച്ഛനും അമ്മയും ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അവൻ ഏതാണ് ജാതി ഏതാണ് മതമെന്ന്. ഇനി ഫ്യൂച്ചറിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും ഇതുപോലെ മതനിരപേക്ഷതയുള്ളൊരു കേരളത്തെയാണ്. നമ്മൾക്കിപ്പോൾ ഉള്ളതിൽ വെച്ച് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് റൈറ്റ് ആണ് വോട്ടിംഗ്. അത് നമുക്ക് നമ്മുടെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി വരുന്ന തലമുറകളും നമ്മുടെ നാട്ടിൽ ജാതി മതഭേദമന്യേ സന്തോഷമായി ജീവിക്കട്ടെ. ലെറ്റ്സ് റേസ് എ ജനറേഷൻ ബിൽറ്റ് ഓൺ വാല്യൂസ് ആൻഡ് എ വേൾഡ് എവരിവൺ ബിലോങ്സ്. അപ്പോൾ ലാൽ സലാം.